തട്ടിപ്പ് കേസിൽ കണ്ണൂരിൽ മാത്രമായി 700 പരാതികളാണ് ലഭിച്ചത്. സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമെന്നും 320 രൂപ വാങ്ങിയാണ് അംഗങ്ങളെ ചേർത്തതെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ് അറിയിച്ചു. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് 7ാം പ്രതിയാണ്. സന്നദ്ധ സംഘടനയുടെ നിയമോപദേഷ്ടാവ് എന്ന നിലയിലാണ് ലാലിയെ പ്രതിയാക്കിയത്. NGO കോൺഫെഡറേഷന്റെ പേരിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും കാർഷികോപകരണങ്ങളും നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു അനന്തകൃഷ്ണന്റെ തട്ടിപ്പ്. വിവിധ തട്ടിപ്പുകളിലൂടെ 1000 കോടിയിലധികം രൂപ പിരിച്ചതായാണ് വിവരം. അനന്തകൃഷ്ണനെതിരെ വളപട്ടണം, മയ്യിൽ, കണ്ണൂർ ടൗൺ സ്റ്റേഷനുകളിലായി നിലവിൽ 700 പരാതികളാണുള്ളത്. ഇതോടെ സ്ഥാപനത്തിന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായും സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പരാതികളും അന്വേഷിക്കുമെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ് പറഞ്ഞു. നമ്മൾ തൽക്കാലം കേസെടുത്തിരിക്കുന്നത് MS സൊല്യൂഷൻസിനെതിരെയാണ്. അവർ പ്രാഥമിക അന്വേഷണം നടത്തിയത് എങ്ങനെയാണ്, ഈ ഒരു സ്ഥാപനത്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രാഥമിക അന്വേഷണത്തിൽ ഈ ആരോപണം ശരിയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് FIR എടുത്തിരിക്കുന്നത്. അതേസമയം കേസിൽ അനന്തകൃഷ്ണന്റെ അഭിഭാഷകയും കോൺഗ്രസ് നേതാവുമായ ലാലി വിൻസെന്റിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ ലാലി വിൻസെന്റ് 7ാം പ്രതിയാണ്. എന്നാൽ അനന്തുവിന് നിയമോപദേശം നൽകിയിട്ടുണ്ടെന്നും തട്ടിപ്പിൽ പങ്കില്ലെന്നുമാണ് ലാലി വിൻസെന്റിന്റെ പ്രതികരണം. സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ അനന്തകൃഷ്ണനെതിരെ കോഴിക്കോട് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം മൂവാറ്റുപുഴ പോലീസ് എടുത്ത തട്ടിപ്പ് കേസിൽ അനന്തകൃഷ്ണൻ അറസ്റ്റിലായിട്ടുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ.